ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അമ്മു. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി എഗ് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇതാ ഞാൻ എന്താ പറയുക, തക്കാളി ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഒരു ഉരുളിയാണ്, ഇച്ചിരി വലിയ പാത്രം വെച്ചെന്നേ ഉള്ളൂ, ഉരുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം അതിൽ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ കടുകെല്ലാം പൊട്ടി തുടങ്ങുന്നുണ്ട്. കടുക് പൊട്ടി തീരുന്നതിന് മുമ്പ് നമുക്കിതാ ഉഴുന്ന് ഇട്ട് കൊടുക്കാവേ. ഉഴുന്നിൻ്റെ കൂടെ തന്നെ ഇതാ നമുക്ക് ഒരു സ്പൂൺ പെരിഞ്ജീരകമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇത് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇതെല്ലാം ഒന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്, കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് തന്നെ എല്ലാത്തിനും ഇപ്പോൾ നമ്മുടെ ഉഴുന്നൊക്കെ ഇതൊരു ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ 4 പേർക്ക് ഒരു 1.5 സവാളയാണ്, അത്യാവശ്യം സൈസുള്ള 1.5 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഈ സവാള നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം വഴറ്റിൽ നമുക്ക് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാവേ. അപ്പോൾ ഇതാ നമ്മുടെ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ 3 പച്ചമുളകും, ഉണ്ടമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല എരിവാണ്. പച്ചമുളകും കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം എല്ലാം മാറി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അപ്പം ഞാനിതാ 1 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എരിവ് അനുസരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റേ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഉണ്ടമുളകിന് നല്ല എരിവായതുകൊണ്ടാണ് അതിൻ്റെ കൂടെ 1 സ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുക്കുന്നു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇതാ ഞാൻ ഒരു സവാളയ്ക്ക് ഒരു 2.5 തക്കാളി എന്നുള്ള കണക്കിൽ ഒരു 4 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ തക്കാളി നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞ് വരാൻ വേണ്ടി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം കുറച്ച് നേരം. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഇവാച്ചൂനും റിക്കൂനൊക്കെ കൊടുക്കാൻ വേണ്ടി മുട്ട പൊട്ടിച്ചൊഴിക്കും ഇതിൻ്റെ കൂടെ. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രാമ്പിൾ ചെയ്തും മുട്ട ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾ ഉപ്പ് ഉണ്ടോ എന്ന് നോക്കണം. കാരണം നമ്മൾ സാധാ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇച്ചിരി ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ സാധാ റൈസ് ആയതുകൊണ്ട് ഉപ്പ് പിടിക്കണം എന്നില്ല, അത്രയും ഉപ്പ് വരണം എന്നില്ല. ബിരിയാണി റൈസൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൽ തന്നെ ഉപ്പിട്ടാണല്ലോ നമ്മൾ വേവിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഉപ്പ് നോക്കണം നിങ്ങളെ. ഇതെല്ലാമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 4 പേർക്കുള്ള റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ സാധാരണ റൈസ് തന്നെയാണ് ഇടുന്നത്. അപ്പോൾ അതുമൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളി എഗ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മല്ലിയില ഞാൻ വിതറി കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളി എഗ് റൈസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വെറും തക്കാളി റൈസ് കഴിക്കുന്നതിനേക്കാളും ഒത്തിരി ഇഷ്ടപ്പെടുന്നതാണ് ഇത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നവരെ ബൈ.